ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. അത് നിന്റെ മുത്തശ്ശി വർഷങ്ങൾക്ക് മുമ്പ് ചുമ്മാ എഴുതി വെച്ചതാണ് മോളെ നിശി. ഇതിന് ഇപ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ല. മാതുലിക ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അവരാ പുസ്തകം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ വൃന്ദ വിട്ടില്ല. അമ്മ എന്തിനാണ് ഇത്ര വേഗത്തിൽ ആ അവസാന താളുകൾ നോക്കിയത്? അവിടെ എന്തോ ഒന്ന് മുമ്പുണ്ടായിരുന്നുവെന്ന് അമ്മ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു. ആ കീറിപ്പോയ ഭാഗത്ത് എന്തായിരുന്നു അമ്മേ? വൃന്ദയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ മാതുലിക പതറി നിന്നു. എനിക്കറിയില്ല മോളെ നിശി. മാതുലിക അമ്മ ഭയപ്പെടുന്ന ആ രഹസ്യം ഇപ്പോൾ ഈ പുസ്തകത്തിലില്ല. ആ കീറിപ്പോയ പേപ്പർ മറ്റാരുടെയോ കയ്യിലാണ്. ഒരുപക്ഷെ ആ പേപ്പർ കണ്ടെത്തിയാൽ ദീപക് ആരാണെന്നും ആലിയയുടെ യഥാർത്ഥ അമ്മ ആരാണെന്നും തെളിഞ്ഞാലോ? വൃന്ദ അവളുടെ റൂമിലേക്ക് പോയി. വൃന്ദ ദീപകിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ പഴയ പുസ്തകം അവന്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ദീപ്, നീ ഇപ്പോ മത്സ്യകന്യകമാരുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? കൂടുതൽ സത്യങ്ങൾ കണ്ടെത്താൻ നീ എന്നെ സഹായിക്കില്ലേ? ദീപക് ആ പുസ്തകത്തിന്റെ പഴയ താളുകളിലേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു. നീ പറയുന്നത് ശരിയാണ് വൃന്ദ. ഈ തറവാടിന്റെ നിഗൂഢതകൾക്ക് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്നുണ്ട്. എന്നെ കഴിഞ്ഞ ദിവസം ഒരു മത്സ്യം ആക്രമിക്കാൻ വന്നിരുന്നു. അന്നേരം മറ്റൊരു മത്സ്യം കുറുകെ വീണ് ആ രണ്ട് മത്സ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തു. ഈ തറവാടിനെ ചുറ്റി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ പുസ്തകത്തിന്റെ ബാക്കി കീറിപ്പോയ താളുകൾ വേണം ദീപ്. നിനക്കിത് കിട്ടിയ സ്ഥലത്ത് പോയി നമുക്കൊന്നുകൂടി നോക്കിയാലോ? അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും. അവർ രഹസ്യമായി തറവാടിന്റെ ഇരുളടഞ്ഞ ഗോഡൌണിലേക്ക് നടന്നു. വർഷങ്ങളായി ആരും തുറക്കാത്ത ആ മുറിയിൽ മാറാലയും പൊടിയും കനത്ത് കിടന്നിരുന്നു. ഇരുവരും ഓരോ പഴയ പെട്ടികളും തുരുമ്പിച്ച സാധനങ്ങളും വകഞ്ഞു മാറ്റി തിരച്ചിൽ തുടങ്ങി. ഇവിടെ എവിടെയോ ഉണ്ടാവണം ആ പേപ്പർ ദീപ്. മാതുലികയമ്മ ഇതത്ര പെട്ടെന്നൊന്നും നശിപ്പിച്ച് കളയില്ല. വൃന്ദ ഓരോ പഴയ ഫയലുകളും പരിശോധിച്ചുകൊണ്ട് മന്ത്രിച്ചു. ദീപക് ഒരു വലിയ തടിപ്പെട്ടിയുടെ അടിയിൽ തിരയുമ്പോൾ വൃന്ദ പൊടി പിടിച്ചു കിടന്ന ഒരു പഴയ അലമാരയുടെ പിന്നിലേക്ക് കൈകടത്തി. പൊടുന്നനെ അവളുടെ വിരലുകളിൽ കുറച്ച് പഴയ പേപ്പറിന്റെ പരുവരുത്ത തുണ്ട് തടഞ്ഞു. വല്ലാത്തൊരു ആവേശത്തോടെ അവൾ അത് പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പർ നിവർത്തിയപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് കൃത്യമായി കീറി മാറ്റപ്പെട്ട ആ താൾ തന്നെയായിരുന്നു അത്. ദീപ് നോക്ക്, എനിക്ക് ഇത് കിട്ടി. വൃന്ദയുടെ ശബ്ദം സന്തോഷം കൊണ്ടും പരിഭ്രമം കൊണ്ടും വിറച്ചു. ഇരുവരും ആ ചെറിയ ടോർച്ച് വെളിച്ചത്തിൽ ആ താളിലെ വരികൾ വായിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ദീപകിന് ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നതും വൃന്ദ, ഒരു മിനിറ്റ്, ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദീപക് പുറത്തേക്ക് പോയി. ആ വരികൾ വായിക്കും തോറും വൃന്ദയുടെ മുഖം വിളറി വെളുക്കുന്നുണ്ടായിരുന്നു. മാതുലികയമ്മ ഇത്രയും കാലം ജീവന തുല്യം ഒളിപ്പിച്ചു വെച്ച ആ കറുത്ത രഹസ്യം എന്തായിരുന്നു അത്? അതൊരു വെറും കഥയായിരുന്നില്ല, മറിച്ച് ആ തറവാട്ടിലെ ചോര ചിന്തിയ ചരിത്രമായിരുന്നു. ദീപകിന്റെ ജന്മത്തെക്കുറിച്ച് അതിലുണ്ടായിരുന്നു. ഇതേസമയം ഷിഗാവ തറവാടിന്റെ വിജനമായ ഒരു കോണിൽ ആരും കേൾക്കില്ലെന്ന് ഉറപ്പുവരുത്തി സ്വപ്നയും നന്ദനും തമ്മിലുള്ള ആ രഹസ്യ സംഭാഷണം നടക്കുകയായിരുന്നു. പകയുടെയും അധികാരമോഹത്തിന്റെയും കനൽ ആ സംഭാഷണത്തിൽ ആളിപ്പടരുന്നുണ്ടായിരുന്നു. സ്വപ്ന നന്ദനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, നന്ദൻ, നിങ്ങൾ പലതും മറന്നുപോയി മട്ടാണല്ലോ. മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ ശക്തിയുള്ള ഒരു പെണ്ണിനും മനുഷ്യനായി രുദ്രനും ജനിച്ച മകനാണ് ദീപക് എന്ന കാര്യം നീ ഓർക്കണം. മാത്രമല്ല 27 വർഷങ്ങൾക്ക് മുൻപ് ആ മാതുലിക തന്ന കുഞ്ഞാണ് ദീപക് എന്ന സത്യം നീ അത്ര പെട്ടെന്ന് മറന്നുപോയോ? സ്വപ്നയുടെ ആ വെളിപ്പെടുത്തൽ തറവാടിന്റെ ചുമരുകളെ പോലും നടുക്കുന്നതായിരുന്നു. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. സ്വപ്നയുടെ ശബ്ദത്തിൽ വല്ലാത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു. ഈ വരുന്ന നീലേശ്വര ദിവസത്തിൽ ആ രുദ്രമാണിക്യം ദീപകിനെ കൊണ്ട് നമ്മൾ എടുപ്പിക്കണം. ദീപകിന്റെ സിരകളിൽ ഒഴുകുന്ന ആ പ്രത്യേക രക്തത്തിന് മാത്രമേ ആ മാന്ത്രിക മാണിക്യത്തിന്റെ കാവൽ തകർക്കാൻ കഴിയൂ. പക്ഷേ മാതുലിക ഇവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ മാതുലികയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അവൾ പുറത്തായാൽ പിന്നെ ഈ തറവാടും രുദ്രമാണിക്യവുമെല്ലാം നമ്മുടെ കൈകളിൽ വരും. അവൾ നമുക്ക് മുന്നിൽ ഒരു തടസ്സമാകാൻ പാടില്ല.
ഇരുവരും തങ്ങളുടെ ചതുരംഗ കളത്തിലെ കരുക്കൾ നീക്കുമ്പോൾ വൃന്ദയ്ക്ക് അതേസമയം ആ പഴയ പുസ്തകത്തിലെ താളുകളിൽ തെളിഞ്ഞു നിന്ന ആ നക്ഷത്ര ജന്മമുദ്ര കണ്ടപ്പോൾ വൃന്ദയുടെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. വരികൾക്കിടയിൽ അവൾ ആ രഹസ്യം വായിച്ചെടുത്തു. മത്സ്യത്തിന്റെയും നാഗത്തിന്റെയും മനുഷ്യന്റെയും രക്തം ഒരുപോലെ സിരകളിൽ ഒഴുകുന്ന ഒരു അപൂർവ കുഞ്ഞിന്റെ മുതുകിൽ നക്ഷത്ര രൂപത്തിലുള്ള ഈ ചിഹ്നം തെളിയും. അവനായിരിക്കും രുദ്രമാണിക്യത്തിന്റെ യഥാർത്ഥ സംരക്ഷകൻ. ആ ചിത്രം കണ്ട നിമിഷം വൃന്ദയുടെ മനസ്സ് തലേ ദിവസം ദീപക്കുമായി ഒന്നായ ആ പ്രണയ നിമിഷങ്ങളിലേക്ക് പാഞ്ഞുപോയി. അന്ന് ആവേശത്തോടെ അവനെ പുലർന്നപ്പോൾ, അവന്റെ മുതുകിൽ വിരലുകൾ തഴുകിയപ്പോൾ അവിടെ കണ്ട ആ നക്ഷത്ര സമാനമായ മുദ്ര അവളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. ദീപകിന്റെ ഉടലിൽ പടർന്നു കിടന്ന ആ അടയാളം വെറുമൊരു മറുകല്ല, മറിച്ച് പ്രകൃതി അവന് നൽകിയ ജന്മമുദ്രയാണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അപ്പോ ദീപക് മത്സ്യനാഗിനി പ്രാർത്ഥനയുടെയും രുദ്രന്റെയും മകൻ തന്നെയാണോ? വൃന്ദയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. ഇതിനർത്ഥം ദീപക് ഈ തറവാട്ടിലെ ആരുമല്ല, മറിച്ച് എൻ്റെ അമ്മ എങ്ങനെയോ കൈക്കലാക്കി ദീപകിനെ ഈ കുടുംബത്തെ എത്തിച്ചതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അമ്മ ഈ സത്യമെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ സ്വപ്നയും എൻ്റെ അച്ഛനായ ആ നന്ദനും പ്ലാൻ ചെയ്യുന്നത് ദീപകിനെ കൊണ്ട് രുദ്രമാണിക്യം എടുപ്പിക്കാനാണ്. അതും അവര് കരുതി കൂട്ടിയ നീക്കങ്ങൾ എത്ര ക്രൂരമാണ്. എൻ്റെ പ്രിയതമൻ വലിയൊരു അപകടത്തിന്റെ മുന്നിലാണ്. ദീപ്, നീ ആരാണെന്ന് നീ പോലും അറിയുന്നില്ല. മത്സ്യലോകവും നാഗലോകവും ഒന്നടങ്കം വാഴ്ത്തി പാടേണ്ടവനാണ് നീ. നിന്റെ സിരകളിൽ ഒഴുകുന്നത് വെറും ഒരു ചോരയല്ല, മറിച്ച് കടലിന്റെയും നാഗത്തിന്റെയും നിഗൂഢമായ ശക്തിയാണ്. വൃന്ദ മനസ്സിൽ മന്ത്രിച്ചു. ദീപകിന്റെ മുതുകിലെ ആ മുദ്ര ഇന്ന് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ വരാനിരിക്കുന്ന നീലേശ്വരി ദിവസം ഈ തറവാട്ടിലെ സകല അധികാരമോഹികളെയും തകർത്തെറിയുമെന്ന് വൃന്ദയ്ക്ക് ഉറപ്പായി. മത്സ്യനാഗിനി പ്രാർത്ഥനയുടെയും മനുഷ്യനായ രുദ്രന്റെയും ചോരയിൽ പിറന്ന ആ കുഞ്ഞ് എങ്ങനെ ഈ തറവാട്ടിലെത്തിയെന്ന ചോദ്യം അവളെ അസ്വസ്ഥയാക്കി. വൃന്ദ ആ പഴയ പേപ്പറിൽ വീണ്ടും കണ്ണോടിച്ചു. അതിലെഴുതിയിരിക്കുന്നത് വിശ്വസിക്കാനാവാത്ത സത്യമായിരുന്നു. 27 വർഷം മുൻപുള്ള ആ രാത്രിയിൽ മത്സ്യനാഗിനി പ്രാർത്ഥനയ്ക്ക് പ്രസവത്തോടെ മരിച്ചുവെന്ന് കരുതിയിരുന്ന കുഞ്ഞിനെ തിരികെ ലഭിച്ചു എന്ന് തന്നെയായിരുന്നില്ലേ ആ ബുക്കിൽ എഴുതിയിരുന്നത്? പിന്നെങ്ങനെ ദീപക് ഈ കുടുംബത്തിലെത്തി? പെട്ടെന്നാണ് കോൾ കട്ട് ചെയ്തുകൊണ്ട് ദീപക് അങ്ങോട്ടേക്ക് വന്നത്. വൃന്ദ പെട്ടെന്ന് ആ പേപ്പർ തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ മുഖത്തെ പരിഭ്രമവും വിളറിയ ഭാവവും കണ്ട് അവൻ്റെ നോട്ടം വൃന്ദയുടെ കയ്യിൽ വിറച്ചുകൊണ്ടിരുന്ന ആ കീറിപ്പോയ പേപ്പർ തുണ്ടിലേക്കായിരുന്നു. വൃന്ദ, നീ എന്താ ഇവിടെ ഒളിച്ചു വെക്കുന്നത്? ദീപകിന്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിൽ ഒരു സംശയം നിഴലിച്ചു. വൃന്ദ ഞെട്ടിപ്പോയി. ആ പേപ്പറിൽ ദീപക് നോക്കി നിൽക്കുകയാണ്. അതിൽ അവന്റെ മുതുകിലെ അതേ നക്ഷത്രമുദ്ര വ്യക്തമായി കാണാമായിരുന്നു. ഇത് ദീപക് ആ പേപ്പർ അവളുടെ കയ്യിൽ നിന്ന് പതുക്കെ വാങ്ങി. അവന്റെ വിരലുകൾ ആ ചിഹ്നത്തിന് മുകളിലൂടെ ചലിച്ചു. അവന്റെ മുഖം വിളറി. ഇന്നലെ രാത്രി പിൻഭാഗത്തുള്ള കണ്ണാടിയിൽ കണ്ട തന്റെ മുതുകിലെ അതേ മുദ്രയും ഈ പേപ്പറിൽ കാണുന്ന മുദ്രയും ഒന്നാണെന്ന് അവന് മനസ്സിലായി. ഇത് എൻ്റെ മുതുകിലെ അതേ അടയാളമല്ലേ വൃന്ദ? Thank you.